ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് കൂടി വരുവാൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ കർത്താവ് തരുന്നു. കൂടെ അവസരങ്ങൾ തരുന്നു. എന്തൊരു പ്രത്യാശ! എന്നാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് അറിഞ്ഞുകൂടാ. എപ്പോൾ കടന്നുപോയാലും ദൈവരാജ്യത്തിലെത്തുമെന്നുള്ള ഉറപ്പ്. അതുള്ളവർ മാത്രമാണ് ഭാഗ്യശാലികൾ. അതുമാത്രമാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഭൂമിയിൽ സമ്പത്തുള്ളവരുണ്ട്. ഈ ഭൂമിയിൽ ധാരാളം ബന്ധുമിത്രാദികളുള്ളവരുണ്ട്. നല്ല മിടുമിടുക്കരായ മക്കളുള്ളവരുണ്ട്. നല്ല ഡിഗ്രിയുണ്ട്. ധാരാളം ബാങ്ക് ബാലൻസ് ഉള്ള ആളുകളുണ്ട്. ഇവരൊന്നും തിരുവചനപ്രകാരം ഭാഗ്യശാലികളല്ല. ജീവനുള്ള ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാനിടയായ ഒരു ദൈവവൈതൽ, അഥവാ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവൈതൽ, പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുള്ള ഉറപ്പുള്ള ഒരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള ഒരു ദൈവ പൈതൽ, അവരാണ് ഭാഗ്യശാലികൾ. ഒരുപക്ഷെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി പോലെ എന്തെങ്കിലും സംഭവിച്ചേക്കാം, അറിഞ്ഞുകൂടാ. അതിൽ നമ്മൾ ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം, അതും അറിഞ്ഞുകൂടാ. ഇതൊന്നുമില്ലാതെ സാധാരണഗതിയിൽ നാം ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം. എത്രയോ പേര് നമുക്ക് ചുറ്റുമുള്ള പലരും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. നമ്മുടെ സമപ്രായക്കാർ, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മളോടൊപ്പം ഒരുമിച്ച് കൂട്ടായ്മയിൽ വന്നവർ, ഒരുമിച്ച് പള്ളിയിൽ പോയവർ, ഒരുമിച്ച് ജോലിയിലായിരുന്നവർ, എത്രയോ പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. നിങ്ങളൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. എത്രയോ പേര്. നാം ഒരു ദിവസം മരിക്കും. എന്നാണ് അറിഞ്ഞുകൂടാ. എന്നാണ് മരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഏത് ദിവസം വേണേലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം. ഇന്ന് ഒരുപക്ഷെ ഞാൻ അവസാനമായിട്ടായിരിക്കും നിങ്ങളോട് ദൈവവചനം പറയുന്നത്. ഇനി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇത് പറയുമ്പോൾ നിശ്ചയമായും നിങ്ങൾ അങ്ങനെ തന്നെ കരുതണം. നാം ഓരോരുത്തരും അങ്ങനെ തന്നെ കരുതണം. ഏത് പ്രായത്തിലും ആളുകൾ കടന്നു പോകുന്നു. ശരിയാണ്. ഈ അടുത്ത സമീപ പ്രദേശങ്ങളിലൊന്നും പുലി ഇറങ്ങുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ കാലത്ത് പേപ്പറിൽ കണ്ടു, 4 വയസ്സുള്ളൊരു കുഞ്ഞ് തീർന്നു. അങ്ങനെ എത്രയോ മനുഷ്യർ കടന്നു പോകുന്നു ഈ ഭൂമി, നമ്മൾ അറിയുന്നില്ല. പേപ്പറിൽ എത്ര എണ്ണം വരുന്നു? ചുരുക്കം, നിസ്സാരം ചിലത് മാത്രം വരുന്നു. ഞാൻ പറഞ്ഞത് എന്താണ്? നാം ചിന്തിക്കുന്നത് എന്താണ്? ഞാനെന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ദിവസം മരിക്കും. നാം ഓരോരുത്തരും മരിക്കും. ഇന്ന് നാം കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തുമോ? നാം രക്ഷിക്കപ്പെട്ടുവോ? എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? ഇന്ന് ആരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കിട്ടിയില്ല എന്നുള്ള ചിന്തയോടെ ആരും പോകാനിട വരരുത്. അങ്ങനെ പോയാൽ നാം നിർഭാഗ്യവാന്മാരായിരിക്കും, നിർഭാഗ്യവതികളായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ദൈവവചനം കേൾക്കാനിടയായത്? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നാം ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കാനിടയായി. എന്തുമാത്രം മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. പക്ഷെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കാനിടയാകുക, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനിടയാകുക, ആഴമേറിയ പാപബോധം കിട്ടാനിടയാകുക, പാപം കഴുകുന്ന ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാനിടയാകുക, ആ രക്തം എന്നെ കഴിയെന്ന് വിശ്വസിക്കാനിടയാകുക. പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എളിമയോടെ പലപ്പോഴും ചോദിക്കാറുള്ള പോലെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ വാസ്തവമായും വീണ്ടും ജനിച്ചുവോ? ഇന്ന് നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? ഞാനൊരു രക്ഷയുടെ അനുഭവത്തിലാണോ? ഞാൻ രക്ഷിക്കപ്പെട്ടുവോ? എൻ്റെ പാപങ്ങളെല്ലാം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നുള്ള ആ വ്യക്തമായ ഉറപ്പ് നമുക്കുണ്ടോ? അതില്ലെങ്കിൽ വലിയ അപകടത്തിലാണ്. ഏത് സമയത്തും മരിക്കാം. ഇതെത്ര പറഞ്ഞാലും മനുഷ്യർക്ക് ചിന്ത വരില്ല. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരിക്കുമെന്ന് ചിന്തിക്കും. പക്ഷേ എൻ്റെ സ്വന്തം ജീവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് ചിന്തിക്കുന്നില്ല.
അങ്ങനെ ചിന്തിച്ചാൽ നാം ആദ്യം ചെയ്യുന്ന കാര്യം ഏതായിരിക്കും? ആത്മാവിൻ്റെ രക്ഷ ഉറപ്പാക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ് വന്നാൽ നാം അത് വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. ദൈവവുമായിട്ടുള്ള ബന്ധം എന്നും കാത്തു സൂക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കും. നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അനേകം പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് അനുകൂലമല്ല. ജോലി ചെയ്യുന്നവരുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അനുഭവം പറയാം. ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിലിരിക്കുകയാണ്. കാലത്തെ ഒരു 10 മണിയോടടുത്തു. എൻ്റെ ഓഫീസിലൊരു മാനേജറുണ്ട്. ഞങ്ങൾ ഓഫീസിലെ മുതിർന്ന ആളുകൾ, CEO ഉണ്ട്, COO ഉണ്ട്, ടെക്നിക്കൽ ഹെഡ് ഉണ്ട്, ഒരു 6-7 പേര് ഒരുമിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് ബെല്ലടിച്ചു. തീർച്ചയായിട്ടും ബെല്ലടിക്കുമ്പോൾ അദ്ദേഹം ഓടി വരുന്നതാണ്. ഒന്നടിച്ചു, അദ്ദേഹം വന്നില്ല. വീണ്ടും ഒന്നുകൂടെ അടിച്ചു. ഏതാനും നിമിഷം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാം, പക്ഷെ അദ്ദേഹം വന്നില്ല. മൂന്നാമത് അടിച്ചപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം വേഗം ഓടിക്കേറി വന്നു. ഉടനെയാണ് എൻ്റെ തനിനിറം പുറത്തു വരുന്നത്. ഞാൻ കോപത്തോടെയൊന്നും പറഞ്ഞില്ല, പക്ഷെ എൻ്റെ ഉള്ളിലെ സ്വയം പുറത്തു വരികയാണ്. എന്താണ്? ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്താ വരാത്തെ വിളിച്ചിട്ട്? അപ്പോൾ ഉടനെ മറുപടി പറഞ്ഞു, മാഡം വിളിച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ വെച്ചിട്ട് പോരാൻ കഴിഞ്ഞില്ല. ഉടനെ ഞാൻ പറയുകയാണ്, ഇപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, വിളിച്ച അപ്പം തന്നെ വന്നില്ലെങ്കിൽ ഉടനെ ആളെ എടുത്ത് പുറത്ത് കളയും. 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞു. ഞാനങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ജോലി പല കാര്യങ്ങളുണ്ട്, ബന്ധപ്പാട് തിരക്ക് പിടിച്ച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു തെറ്റും കണ്ടില്ല. എൻ്റെ കൂടെ ഇരുന്നവർക്ക് മനസ്സിലാകും. വൈകുന്നേരമായപ്പോൾ പ്രാർത്ഥനയോധനയോടെ വരണം. 6 മണിയായപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് വന്നു. 6:05 കാണും. ഞാൻ വരുമ്പോൾ വേറൊരു വാർത്ത കേട്ടു. വലിയ ടെൻഷൻ. എനിക്ക് വഹിക്കാൻ പറ്റുന്ന ടെൻഷനല്ല, അത്ര വലിയൊരു ടെൻഷൻ. എന്തുകൊണ്ടത് വന്നേ അറിയാൻ പാടില്ല. ഞാൻ ദൈവമേ എന്തു വേണ്ടു, ആ കാര്യത്തിനൊരു പരിഹാരമാകാതെ ഇവിടെ വന്നിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ മതി. ഞാൻ നിങ്ങളെ ഉപദേശിക്കാറുള്ള മനുഷ്യനാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈവായിട്ട് അപ്പോൾ തന്നെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസന അടുത്ത് ചെല്ലുക. എനിക്ക് ചെല്ലാൻ കഴിയുന്നില്ല. ഈ കാര്യത്തിനൊരു പരിഹാരം വരണം. എന്തുകൊണ്ടോ എനിക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കാര്യം കൊടുക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ദൈവമേ എന്തു വേണ്ടു? ഞാൻ അവിടെ ഇരുന്നപ്പോൾ ദൈവമേ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. ഇതെന്തിനാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്? ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരാവുന്നതാണ്. നാം മനുഷ്യരാണ്. പിന്നീട് ഞാൻ ചിന്തിച്ചു, ദൈവമേ അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി, എന്തായിരിക്കാം ഇങ്ങനെ വരാൻ കാരണം? ചിന്തിച്ചു നോക്കിയപ്പോൾ എന്തെങ്കിലും കാര്യം വന്നോ കർത്താവേ? ഏതെങ്കിലും പാപം വന്നോ? ഞാൻ ഓരോന്നോരോന്ന് തിരിഞ്ഞു നോക്കി. ആകെ വന്ന ഒരു കാര്യം, ഒന്ന് ഈ പറഞ്ഞ കാര്യം, ഒന്ന് ഈ അദ്ദേഹത്തോട് ഞാൻ എടുത്ത് പുറത്തു കളി വിട്ടു എന്ന് പറഞ്ഞത്. ഞാൻ ഓർത്തു ഇപ്പം തന്നെ മെസ്സേജ് വിടാം അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട്, ഞാൻ വിളിച്ചത് തെറ്റാന്നല്ല, വിളിച്ചപ്പോൾ അദ്ദേഹം വരേണ്ടതായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാനെന്ന ഭാവം, ഞാൻ വിളിച്ചിട്ട് വന്നില്ല. ഇത് മഹാഭാവമാണ്, വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. ഇഗോ. നമ്മിൽ പലരും ചിന്തിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ ഞാൻ ചിന്തിച്ചു അടുത്ത കാര്യം. ഞാൻ 2 പേര്, ഒരു മാനേജറും അതിന് താഴെയുള്ള ഒരാൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു. സാധാരണഗതിയിൽ ഞാനതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാവുമ്പോൾ എൻ്റെ മുറിയിൽ വരുമ്പോൾ ഫോൺ സൈലൻറ്റിലാക്കിയിട്ട് വരേണ്ടതാണ്. എന്തുകൊണ്ടോ വന്നില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഫോൺ റിങ് ചെയ്തു.
ഏതാനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാനവിടെ ക്ഷമയോടെ കേട്ടിരിക്കുക, എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഇത്തിരി ഗൗരവമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെയും 2 ഫോൺ കോൾ വന്നു. അതും എനിക്ക് മനസ്സിൽ ഞാൻ തിരിഞ്ഞു നോക്കി, അതും എല്ലാം തെറ്റ് വന്നോ ദൈവമേ? ഇല്ല, അവിടെ തെറ്റ് വന്നിട്ടില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനും പോയില്ല. പിന്നെ എന്താണ് എനിക്ക് പറ്റിയത്? എന്തായാലും ഒരു കാര്യം ചെയ്യാം, നേരെ ഇവിടെ വചന ശുശ്രൂഷ നടക്കില്ല. അപ്പോഴത്തേക്കും മറ്റേ കാര്യം പറഞ്ഞ കാര്യത്തിനൊരു പരിഹാരം വന്നു എന്ന് എനിക്ക് ഫോണിലൂടെ വിവരം കിട്ടി. ഞാൻ ഓടി ഇവിടെ വന്നിരുന്നു. ശക്തമേറിയ ആത്മപ്രവാഹം നടക്കുകയാണ്. ആത്മാവിൻ്റെ തീ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. വചനത്തിലൂടെ തീ ഇറങ്ങി വരണമെന്ന് അറിയാം. പക്ഷെ എൻ്റെ ഉള്ളിൽ കിടക്കണില്ല. ഞാൻ അവിടെ നിന്ന് ഞരങ്ങിക്കൊണ്ട്, കർത്താവേ എന്നോട് ഒന്ന് കരുണ ചെയ്യണമേ, ഒന്ന് മനസ്സലിയണമേ, കർത്താവേ എൻ്റെ ഉള്ളിലേക്ക് ആ സമാധാനം തരണമേ. ഞാൻ വേറെ ഒന്നും എനിക്ക് സംഭവിച്ചില്ലല്ലോ കർത്താവേ. ഞാൻ അവിടെ ഇരുന്ന് ഞരങ്ങിയതല്ലാതെ എനിക്ക് ആ കാര്യം എന്താണെന്ന് ബോധ്യം വന്നില്ല. എത്ര സെൻസിറ്റീവാണ് ദൈവാത്മാവ്. ഈ കൂട്ടായ്മ തുടങ്ങിയ ശേഷം ഇന്നു വരെ അങ്ങനെ എനിക്ക് ഈ വചന ശുശ്രൂഷകളുടെ സമയത്ത് തീ എൻ്റെ ഉള്ളിൽ കത്താതിരുന്നിട്ടില്ല. ഞാനാകെ അങ്കലാപ്പിലായിട്ടിരിക്കുകയാണ്. ദൈവമേ, എന്തായിരിക്കും പ്രശ്നം? പിന്നീട് എനിക്കത് ബോധ്യപ്പെട്ടു. ഞാനൊരു ദൈവവൈദ്യനുമായിട്ട്, ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചു. വേറെ ഒന്നുമല്ല, ടെൻഷൻ വന്നത്. എൻ്റെ ഉള്ളിൽ ടെൻഷൻ, അസഹനീയമായൊരു കാര്യം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ടെൻഷൻ വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു മുഴുവൻ ഇങ്ങനെ കലങ്ങി മറിഞ്ഞു ഇരിക്കണമാതിരിക്കുന്നു, ഒന്നും കയറുന്നില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ ഒഴുകി വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? നമുക്കൊരു സമാധാനം കിട്ടുന്നുവെങ്കിൽ, നമുക്കൊരാശ്വാസം കിട്ടുന്നുവെങ്കിൽ, ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നുവെങ്കിൽ, ആത്മാവിൻ്റെ സന്തോഷം നാം അനുഭവിക്കുന്നെങ്കിൽ, വെറും മിയർ ഗ്രേസാണ്, വെറും കൃപയാണ്, അത്യത്ഭുത ദൈവത്തിൻ്റെ സ്നേഹമാണ്. മനുഷ്യൻ്റെ ഒന്നും കൊണ്ട് സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. ആ സത്യം നാം തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, എന്നും നാം എളിമയുള്ളവരാകും, എന്നും നാം വിനയമുള്ളവരാകും. ഏതെങ്കിലും പ്രകടമായി തെറ്റ് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ല, എനിക്ക് ഓരോർമ്മയില്ല. എന്തെങ്കിലും കാര്യമുണ്ട്, ഞാൻ ചകഞ്ഞ് നോക്കി. എന്നാൽ ജീവനുള്ള ദൈവം, ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം എത്ര സൂക്ഷ്മതയോടെ ആ കാര്യം കേട്ടപ്പോൾ അപ്പോൾ തന്നെ ഓടിപ്പോയി, കർത്താവേ ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട് അപ്പാ, ഇതാ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. എനിക്ക് കാണാതറിയാവുന്ന വാക്യമാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ ഞാൻ പറയുന്നില്ല, എന്നാൽ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച ഒരു വ്യക്തി, ദൈവം നീതീകരണം എന്നൊരു മനുഷ്യനാണ് ഞാൻ. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. സാധിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എനിക്കെല്ലാം വചനം നിശ്ചയമുള്ള മനുഷ്യൻ ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. തുറന്നുള്ള വാക്യമാണ്, എല്ലാവർക്കും കാണാൻ അറിയാവുന്ന, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതിനായി യേശുവിനെ നോക്കുക. ഈ ജീവനുള്ള ദൈവത്തെ വിളിപ്പാൻ ഇടയാകുന്നത് ഒരു മഹാഭാഗ്യമാണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം എന്നെ കണ്ടുവെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ലോകസ്ഥാപനത്തിനും, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ്, ഏദൻ തോട്ടം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ ആക്കി വയ്ക്കുന്നതിന് മുമ്പ് ജീവനുള്ള ദൈവം പാപിയായ, നിസാരനായ, ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ യോഗ്യതയിലായിരുന്ന, കാട്ടൊലിവായിരുന്ന, ആലോചിച്ച് നോക്കൂ, കാട്ടൊലിവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും നാം ആരും ദൈവസേനയിൽ എത്തേണ്ടവരായിരുന്നില്ല. എന്താണ്? ഒരിക്കലും നമ്മുടെ സ്വഭാവം മാറേണ്ടവരായിരുന്നില്ല. ജീവനുള്ള ദൈവത്തിന് എന്നോട് കരുണ തോന്നി. എന്തുകൊണ്ടാണ് കരുണ തോന്നിയത്? എനിക്കിന്നും അറിഞ്ഞുകൂടാ. എനിക്കാകെ അറിയാം, എനിക്ക് കരുണ തോന്നണമെന്നുള്ളതിനോട് കരുണ തോന്നുന്നു. ആ കരുണയാണ് പ്രിയപ്പെട്ടവരെ പാവിയായി എന്നെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. നിങ്ങൾ ആരെക്കാളും എന്തെങ്കിലും യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സാധാരണക്കാരായ മനുഷ്യരാണ് നാം എല്ലാവരും. എന്നാൽ ദൈവത്തിൻ്റെ അത്യത്ഭുത കരുണ, ആ അവാച്യമായ കരുണ, ആർക്കും തടഞ്ഞാൽ നിൽക്കുകയില്ലാത്ത കരുണ, ആര് തടഞ്ഞാലും നിൽക്കുകയില്ല. ദൈവം ഒരാളെ ഉയർത്തണമെന്ന് വിചാരിച്ചാൽ ദൈവം ഉയർത്തിയിരിക്കും. ആരടച്ചാലും തുറക്കാൻ കഴിയുന്നവനാണ് ജീവനുള്ള ക്രിസ്തു. ആര് തുറന്നാലും, ആര് തുറക്കണമെന്ന് വിചാരിച്ചാലും യേശു അടച്ചതാണെങ്കിൽ തുറക്കാൻ കഴിയുകയുമില്ല. ജീവനുള്ള ദൈവം, ആ നിത്യപരിശുദ്ധ തേജോമയനായ ദൈവം
മോശയെ വിളിച്ച അതേ ദൈവം, അബ്രഹാമിനെ വിളിച്ച അതേ ദൈവം, നോഹയെ വിളിച്ച അതേ ദൈവം, പ്രവാചകന്മാരെ വിളിച്ച അതേ ദൈവം, യെശയ്യാ പ്രവാചകനെയും യിരെമ്യാ പ്രവാചകനെയും യെഹെസ്കേൽ പ്രവാചകനെയും എല്ലാം വിളിച്ച ദൈവം, ദാവീദിനെ വിളിച്ച ജീവനുള്ള ദൈവം, ദാവീദിൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ ദൈവം കണ്ടു. എന്ന് കണ്ടേ? ദാവീദ് പാപം ചെയ്ത പിന്നെയാണോ കണ്ടേ? അല്ല. നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാനതാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് ജീവനുള്ള ദൈവത്തിന് അറിയാം. നാം ഇത് വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ വേറെയൊന്നും പ്രസംഗിക്കാൻ ശ്രമിക്കുകയല്ല. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രൂശിലെ സ്നേഹം, ആ സ്നേഹമാണ് എന്നെ വിളിച്ചതെന്ന് അറിയാനിടയാകുക. ആ ക്രൂശിലെ സ്നേഹം, ക്രിസ്തുവിൽ എന്നെ കണ്ടു എന്ന് വിശ്വസിക്കാൻ ഇടയാകുക. എൻ്റെ ദൈവമേ, എന്തൊരു വലിയ സൗഭാഗ്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഭൂമിയിൽ ആരും നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിലും, ആരോരും തുണയില്ലാത്തവരാണെങ്കിലും, ഒരു നേരത്തെ ആഹാരത്തിന് കരയുന്നവരാണെങ്കിലും, ജപ്തി നോട്ടീസ് കൈ പിടിച്ചിരിക്കുന്നവരാണെങ്കിലും, നാളത്തെ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് നല്ല ഉറപ്പിച്ച് പറയാൻ കഴിയും. ജീവനുള്ള ദൈവം കണ്ട ദൈവമക്കൾ മാത്രമേ, അഥവാ ഈ ശബ്ദപരിധിക്കകത്തിരുന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുള്ളൂ. ഈ ഒരു വിശ്വാസം കിട്ടിയാലുണ്ടല്ലോ, അതൊരു വലിയ സ്വത്താണ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. എൻ്റെ ദൈവം, ഈ ദൈവം ആരാണ്? ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കിയ ദൈവം. ചിന്തിച്ചു നോക്കൂ, ഈ ഭൂമിയേക്കാൾ 33 ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ. സൂര്യൻ കേവലം ഒരു നക്ഷത്രം മാത്രമാണ്. എന്തുമാത്രം നക്ഷത്രങ്ങളുണ്ട്? കോടാനുകോടി നക്ഷത്രങ്ങൾ, എണ്ണിയാൽ ഒരിക്കലും തീരാത്ത മാത്രമുള്ള നക്ഷത്രം. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം എന്താണ്? ഈ ദൈവം ആരാണ്? അതറിഞ്ഞതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, സങ്കീർത്തനക്കാരനായി ദാവീദ് പറഞ്ഞു, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ ഈ പാപിയായ ആടുനോട്ടക്കാരനായിരുന്ന, അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തവനായിരുന്ന, അഭിഷേകം ചെയ്യാൻ വിളിച്ചപ്പോൾ രാജാവായിട്ട് നിൻ്റെ മക്കൾ ഇശായിയുടെ മക്കളിൽ ഒരാളെ അഭിഷേകം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഇശായിയുടെ മക്കളിൽ ഏറ്റവും ചൂത്തയായിരുന്ന, ഏറ്റവും നിസ്സാരനെന്ന് എല്ലാവരും എണ്ണിയിരുന്ന ആ ദാവീദിനെ വിളിച്ച അതേ ദൈവം, ആ ദാവീദിനെക്കുറിച്ച് വളരെ വ്യക്തമായും കൃത്യമായും പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാവീദ് ഈസ് ദ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരുമെന്ന് വിളിച്ചപ്പോൾ തന്നെ അറിയാം. ഇതൊന്ന് വിശ്വസിച്ചാലുണ്ടല്ലോ എന്തൊരു ഭാഗ്യമാണെന്നറിയാവോ. അതറിഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. എന്താണ് നിർണയപ്രകാരം വിളിച്ചെന്ന് പറഞ്ഞാൽ? നമ്മെ എല്ലാവരും ജീവനുള്ള ദൈവം കണ്ടതുകൊണ്ട് സ്വർഗത്തിലിരുത്താൻ വിളിച്ചവരാണ്. നിർണയപ്രകാരം വിളിച്ചവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി അവതരിപ്പിക്കുന്നു. സകലവും. അപ്പോൾ എനിക്ക് ടെൻഷൻ വന്നതോ? നന്മയ്ക്ക്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം, സ്നേഹവാനായ ദൈവം നമ്മെ ഓരോ ദിവസവും നമ്മെ വിളിച്ചത് ജീവനുള്ള ദൈവമാണെന്നുള്ള ബോധ്യത്തോടു കൂടി, എന്നാൽ നാം ഒന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കരുണയാണെന്നുള്ള തിരിച്ചറിവ് തരുവാൻ, എന്ത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ലോകസ്ഥാപനത്തിനു മുമ്പ് വിളിച്ചുവെന്ന്. ദൈവമക്കളെ, ഒരു വാക്യം ഒന്നെടുക്കാം. നിങ്ങൾ വീണ്ടും ജനിച്ചുവോ? അതാണ് ഞാൻ ചോദിക്കാൻ വന്ന വിഷയം. വീണ്ടും ജനിച്ചുവോ? നിങ്ങൾ വീണ്ടും ജനിച്ചുവോ? വ്യക്തമായൊരു ഉറപ്പുണ്ടോ ഞാൻ വീണ്ടും ജനിച്ചു എന്ന്? എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടെന്നുള്ള ഉറപ്പുണ്ടോ? എങ്ങനെ അറിയണേ? അറിയാം, കൃത്യമായിട്ട് അറിയാം. എങ്ങനെ അറിയണം? തിരിച്ചറിയണേ എങ്ങനെയാണ്? എൻ്റെ ഉള്ളിലറിയാം. എൻ്റെ ഉള്ളിൽ എനിക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവെ അവിടുത്തെ കരുണ മാറിപ്പോകുമ്പോൾ ഞാൻ, കർത്താവെ എനിക്ക് വേറെ ഒന്നും ഈ ഭൂമി വേണ്ട എന്നോർത്തുകൊണ്ട് എങ്ങലടിച്ചെന്നു അയ്യോ വാഹമെന്ന് കരയാൻ ഞാൻ മനസ്സാണ്. പ്രിയപ്പെട്ടവർ, എന്നാൽ ക്രിസ്തു ഈ ചങ്കിനുള്ളിലുണ്ടെന്ന് തിരിച്ചറിവ്. ഗർഭിണിയായിരിക്കുന്ന, ഏതാനും മാസം ഗർഭവതിയായിരിക്കുന്ന ഒരു അമ്മയ്ക്കറിയാം കുഞ്ഞുള്ളിലുണ്ടെന്ന്. അതുപോലൊരു അനുഭവമാണ് ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ളത്. അല്ലാതെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുഖം ഇങ്ങനെ പടം കാണുന്നു, മണ്ടത്തരം. പടത്തിൻ്റെ മുമ്പിൽ പടം ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ആ പടം ഇങ്ങനെ ധ്യാനിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പടം കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കലും അതൊന്നുമല്ല. ദൈവ സാന്നിധ്യം ലഭിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നു.
ഒരിക്കലും നാം വ്യർത്ഥമായി മൂഢമായി ക്രിസ്തു കൂടെ ഉണ്ടെന്നുള്ളിടത്തോണ്ട് യാത്ര ചെയ്യരുത്. ക്രിസ്തു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരിക്കണം. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ലക്ഷണം എന്താണ്? പാപത്തോട് അറപ്പ് വരും. പാപത്തോട് അറപ്പ്. ഭൂമിയിൽ ഏത് സ്ഥലത്ത് ചെന്നാലും എവിടെ ചെന്നാലും ഒരു മനുഷ്യനും കാണുന്നില്ലെന്നിരിക്കട്ടെ, ആരും നമ്മെ കാണുന്നില്ല. അപ്പോഴെന്താണ്? ഒരിക്കലും എൻ്റെ കർത്താവ് ദുഃഖിക്കരുന്നുള്ള വ്യക്തമായ തീരുമാനം. നിങ്ങൾ നോക്കിച്ചാൽ മതി, ക്രിസ്തു ഉള്ളിലുണ്ടോ ഇല്ലെന്ന് കൃത്യം അറിയാം. യേശു എൻ്റെ ഉള്ളിലുണ്ടോ? ലക്ഷണം നോക്കിയാൽ പുറമേയുള്ള മനുഷ്യർക്ക് അറിയാൻ പറ്റും, എല്ലാവർക്കും പറ്റൂല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പുള്ള ദൈവങ്ങൾക്കൊക്കെ അറിയാം. സ്വന്തം ഭാര്യയ്ക്ക് അറിയാം കേട്ടോ, സ്വന്തം ഭാര്യയ്ക്ക് അറിയാൻ പറ്റും, ഭർത്താവിന് അറിയാൻ പറ്റും. മുഴുവൻ സമയം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്, അറിയാൻ പറ്റും. എന്നാൽ സ്വന്തം തിരിച്ചറിയണം, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ തിരിച്ചറിവാണ്. ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ട്. ഞാൻ ഇപ്പോൾ കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തും. അങ്ങനെയുള്ളവർക്ക് ഒരു പേടിയില്ല. കടം മാറിയില്ലെങ്കിൽ എന്താണ്? ലോകം മുഴുവൻ നമ്മെ കുറ്റം പറയുകയാണെങ്കിൽ എന്താണ്? എന്തെല്ലാം സംഭവിച്ചാൽ എന്താണ്? ബോംബ് പൊട്ടിയാൽ എന്താണ്? ഗംഭീരനാഥത്തോട് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. ലക്ഷണം നോക്കിയാൽ എല്ലാം അടുത്തുകൊണ്ട് വരികയാണ്. ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. വചനത്തിൽ പാണ്ഡിത്യമുള്ള അവർ പറയുന്നത് തൊട്ടടുത്താണ് കർത്താവിൻ്റെ വരവെന്ന്. എനിക്ക് മനസ്സിലുള്ള ചിന്ത ശരിയാണോന്ന് എനിക്കറിയാൻ പാടില്ല, പറയണത് നമ്മുടെ ഈ തലമുറയിൽ തന്നെ കർത്താവ് വരുമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ. അധികം കാലമില്ലെന്നുള്ള ചിന്ത. എപ്പോൾ വന്നാലും, അല്ല ഇനി ഒരു 1000 കൊല്ലോടെ കഴിഞ്ഞിട്ടാണ് വരുന്നിരിക്കട്ടെ, എന്ന് വന്നാലും ഞാൻ ദൈവരാജ്യത്തിലെത്തുമെന്നുള്ള ഉറപ്പ്. വീണ്ടും ജനനം ലഭിക്കുക. വീണ്ടും ജനനം നിങ്ങൾക്ക് കിട്ടിയോ? വീണ്ടും ജനനം കിട്ടിയോ? നിങ്ങളുടെ പേര്, നമ്മുടെ ഓരോരുത്തരും പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടെന്നുള്ള ഉറപ്പുണ്ടോ? പ്രിയപ്പെട്ടവർ, ആ ഉറപ്പ് കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. അതിനെന്ത് ചെയ്യണം? പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയണം. പാപത്തോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞേ പറ്റുള്ളൂ. പ്രകടമായി വലിയ പാപം ചെയ്യണോ? വേണ്ട. ഒരു ഈർഷ്യ ഉള്ളിലുണ്ടായാൽ മതി. ആരെങ്കിലും എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന് തോന്നിയാൽ മതി. എന്നാലും ഞാനും ഇന്നർ ഫെലോഷിപ്പിലെ മെമ്പറല്ലേ, പ്രാർത്ഥിക്കാൻ ആരോട് അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ ആരോടെങ്കിലും പറഞ്ഞപ്പോൾ ഒരു വാക്ക് എന്നോട് കൂടി ഒന്ന് ചോദിക്കാമായിരുന്നു എന്ന് ഈ ഞാൻ ചിന്തിച്ചാൽ ആത്മാവിൽ വീണു. ഇത്ര സെൻസിറ്റീവാണെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും തോന്നുവാണ്, വേറൊരു തോന്നൽ, എന്നാലും ഞാനല്ലേ പറഞ്ഞേ, ഞാൻ പറയുമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ദൈവദാസന്മാർ ആരെങ്കിലും പറയും, എന്നാലും ഞാനല്ലേ പറഞ്ഞേ, അതങ്ങനെ അങ്ങ് അനുസരിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? ആരെങ്കിലും ഇന്നർ ഫെലോഷിപ്പിലുള്ള ആരെങ്കിലും, ഇന്നർ ഫെലോഷിപ്പിലേക്ക് വേറെ പ്രത്യേകത ഒന്നുമില്ല. പ്രിയപ്പെട്ട ദൈവജനം, എന്താണ്? എന്നാലും ഞാനല്ലേ പറഞ്ഞേ, എന്നിട്ട് അവർക്കൊന്ന് അനുസരിച്ചാൽ എന്തായിരുന്നു? അങ്ങനെ തോന്നിയാൽ ആ ആൾ കൃപയിൽ നിന്ന് വീണ് കഴിഞ്ഞു. അപ്പം ഞാനവിടെ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാനല്ലേ വിളിച്ചേ, എന്തുകൊണ്ടാണ് വരാത്തെ? ആടല്ല ആരെന്ന് വിളിച്ചു പറഞ്ഞാലും ഞാനല്ലേ ഏറ്റവും ഉയർന്നയാൾ, ഞാൻ വിളിച്ചപ്പോൾ വരേണ്ടതല്ലായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഞാനെന്ന ഭാവം. എന്നാലോ ഞാൻ മരിക്കുന്നു, ഞാൻ ഇല്ലാതാകുന്നു. ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇല്ല. ഞാൻ മുഴുവനായും ക്രിസ്തുവിന് സമർപ്പിക്കുന്നു, മുഴുവനും ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവജനമേ, നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് സത്യമായും ജീവനുള്ള ദൈവത്തിൻ്റെ ആകർഷണം ലഭിച്ചു വന്ന ദൈവമക്കളാണിതെന്ന് നിങ്ങളതൊന്ന് വിശ്വസിക്കൂ. മോശയെ വിളിച്ച അതേ ദൈവം. അന്ന് മോശ എത്ര ഉന്നതനായിരുന്നു. മോശയ്ക്ക് വേണമെങ്കിൽ അടുത്ത ഫറവോയായി വാഴാമായിരുന്നു. എന്നാൽ മോശ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. കഷ്ടമനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക, അത് ഭാഗ്യമാണ്. ഇന്ന് ജീവനുള്ള ക്രിസ്തുവിനെ മാത്രം കാണുന്നു, വേറെ ആരെയും കാണുന്നില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം കാണുന്നു. യേശു ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ യേശുവിൻ്റെ ഫോട്ടോയല്ല കാണണ്ടേ, നിങ്ങൾ എന്ത് കാണണം? ആണിപ്പാറുള്ള കരം. ആ കരം നിങ്ങളിങ്ങനെ, കർത്താവേ, ആ കരം ഈ ഏഴയായ നിസ്സാരനായ
പൊടിയായ കൃമിയായ മോശയെ വിളിച്ച, അബ്രഹാമിനെ വിളിച്ച, ഇസഹാക്കിനെ വിളിച്ച, യാക്കോബിനെ വിളിച്ച, ശൗലേ ശൗലേ എന്ന് വിളിച്ച ശൗലിനെ വിളിച്ച് പൗലോസാക്കിയ, പത്രോസ്ലീഹായെ വിളിച്ച, അന്ത്രയോസ്ലീഹായെ വിളിച്ച ജീവനുള്ള ദൈവം തന്നെയാണ് നമ്മെ വിളിച്ചതെന്ന് നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? ആ ദൈവത്തിന് നമ്മോടൊരു കരുണയാണ് പ്രിയപ്പെട്ടവരെ. അതിന് പ്രത്യേക കാരണമൊന്നുമില്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുന്നു. വേറെ ആരുടെയും ഗുണം കൊണ്ടല്ല, ആരെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചുകൊണ്ടല്ല. ജീവനുള്ള ദൈവം നിങ്ങളെ സ്നേഹിച്ച് ഓമനിച്ച് ഈ നിത്യ ശുഭതുറമുഖത്ത് എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം, നിത്യ യുഗായുഗങ്ങൾ യേശുവിനോട് വസിക്കുവാൻ തക്കവണ്ണം നമ്മെ വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആണിപ്പാടുള്ള കാര്യം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഞങ്ങൾ വിശ്വാസ കണ്ണാൽ കാണുകയാണ്. മാലാഖമാരുടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാലാഖമാർ വന്നിട്ടുണ്ട്. എൻ്റെ നാഥൻ ഇപ്പോൾ ഞങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ഞങ്ങൾ അവിടെ കടന്നു വരുമല്ലോ. രക്ഷ എന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം ദാനം ദാനമെന്ന് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലുമുള്ളവരെല്ലാവരും എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം പറയുന്ന കൂട്ടത്തിൽ കർത്താവേ, ഞങ്ങൾക്കും വെള്ള വസ്ത്രധാരികളായി കർത്താവേ ഞങ്ങൾക്കും അവിടെ വന്ന് ഞങ്ങളുടെ നാഥന് വണങ്ങണമെന്ന് മാത്രമേ ഞങ്ങൾ കൊതിയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഇതാ പാപം പറ്റിയ ജീവിതം, പിശാച് വരട്ടിക്കളഞ്ഞ ജീവിതം, ശാപഗ്രസ്തമായ ജീവിതം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രധർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും ഉയർപ്പിച്ചു. എന്താണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവർത്തികളും കാരണമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല, ഞങ്ങൾ ഉപവസിച്ചിട്ടല്ല, വചനം വായിച്ചിട്ടല്ല, 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടില്ല. സൗജന്യമായ ദാനം അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിനെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കുന്നത്. വെറും സൗജന്യമാണ് മകളെ. നീ ഇപ്പോൾ അലസമായിട്ടിരിക്കരുത്. സൗജന്യമായിട്ട് തരികയാണ്, ഫ്രീ ആയിട്ട് തരികയാണ്. ഒന്നും കൊടുക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട. ആകെ നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയുമോ? പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുമോ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമോ? നാളെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? ഇപ്പോൾ നമുക്ക് കർത്താവിനോട് വാക്ക് പറയാം. എല്ലാവരും കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. എന്നെ രക്ഷയിലേക്ക് ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. എൻ്റെ രാജാതിരാജനായ യേശു ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവിടുത്തെ ദിവ്യപ്രകാശം ഇപ്പോൾ ഞങ്ങളുടെ മേൽ ഉദിപ്പിച്ചിരിക്കുന്നു. കർത്താവേ, അന്ന് മോശയ്ക്ക് വെളിപ്പെട്ട മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട അതേ ദൈവം തന്നെ ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്കും ഇറങ്ങി വന്നിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇപ്പോൾ ഇതാ കാലിൽ നിന്ന് ചെരുപ്പ് ഞങ്ങൾ ഊരിക്കളയുകയാണ്. ഞങ്ങളുടെ പഴയ പാപത്തോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. പിശാചിനോട് ഞങ്ങൾ യാത്ര പറയുകയാണ്. പാപപ്രകൃതത്തോട് യാത്ര പറയുകയാണ്. ഞങ്ങളുടെ അതിക്രമങ്ങളോട് യാത്ര പറയുകയാണ്. അകൃത്യത്തോട് യാത്ര പറയുകയാണ്. എൻ്റെ രാജാതിരാജൻ ആരാണ്? അവിടുന്ന് എന്താണ് തിരുവചനം പറയുന്നു? സന്ധ്യങ്കൽ കരച്ചിൽ വന്ന രാവാർക്കും ഉഴസിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യങ്കൽ കരച്ചിൽ വന്ന രാവാർക്കും കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പാപം വന്നു പോയല്ലപ്പാ എന്ന് പറയുന്നതാണ് സന്ധ്യങ്കൽ കരച്ചിൽ വരുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ആരോടും കോപിക്കാത്ത ജീവനുള്ള ദൈവം, എല്ലാവരെയും സ്നേഹമായി ഇടുന്ന ജീവനുള്ള ദൈവം. നിന്റെ ശാപം ഞാൻ മാറ്റാം, നിന്റെ ബന്ധനം ഞാൻ അഴിക്കാം, നിന്റെ നാളുകളായി നിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന അശുദ്ധിയുടെ ഭൂതത്തെ ഫൽസിച്ചകറ്റാമെന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ ദ്രവ്യാഗ്രത ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, മകനെ നിന്റെ ജീവിതത്തിലുള്ള ചെറിയ കുറുക്കന്മാർ എല്ലാം ഞാൻ കത്തിച്ചു കളയാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെത്തി ഇപ്പോൾ നമ്മുടെ മുന്നിൽ കത്തുകയാണ്. നിങ്ങൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങളെല്ലാവരും കർത്താവിനെ ആരെല്ലാം കാണുന്നുണ്ട്? നമുക്ക് ഒരുമിച്ച് പറയാം, എൻ്റെ യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ അവിടുത്തെ വകയായി ജീവിക്കും. പാപത്തോട് ഇതാ യാത്ര പറയുന്നു, പിശാചിനോട് ഇതാ യാത്ര പറയുന്നു, സാത്താനോട് ഇതാ യാത്ര പറയുന്നു. യേശുവിനെ എൻ്റെ രക്ഷ
രക്ഷകനായി, എന്റെ കർത്താവായി ഞാൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനിതാ യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ആരെല്ലാം അങ്ങനെ തീരുമാനമെടുത്തു? യേശുവിത അരികിൽ വന്നു നിൽക്കുന്നു. യേശുവിത അത്ഭുതകരം നീട്ടിയിരിക്കുന്നു. ആരെല്ലാം കൈകൾ ഉയർത്തുന്നുണ്ട്. യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോനെ, മുഴുവനായും അങ്ങ് വിട്ടുകൊടുക്ക്. അങ്ങനെ ഉറപ്പുള്ളവർക്ക് മാത്രം അവരുടെ കരങ്ങളെ ഉയർത്തി കൊടുക്കാം. എന്റെ രാജാതിരാജാ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. എന്റെ രാജകുമാരനായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇതുവരെ തോന്നലല്ലോ കർത്താവേ, അവിടുത്തെ തേജസ് ഞങ്ങളുടെ മധ്യത്തിൽ വെട്ടി വിളങ്ങുന്നല്ലോ. തിരുരക്തം ഇപ്പോൾ തളിക്കുന്നല്ലോ. എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നല്ലോ. കർത്താവേ, കരം ഉയർത്തി എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകല്ലേ. എന്റെ കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ അവിടുന്ന് വിശുദ്ധന്മാരെ ചേർക്കാൻ വാനമേഘങ്ങൾ വരുമ്പോൾ ഞങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കണമേ. എന്റെ നാഥാ, ഇപ്പോൾ രോഗത്തിന്മേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. തീരുവാനെടുത്തവരുടെ മേൽ അവരുടെ ശിരസിന്മേൽ ആണിപ്പാടുള്ള കരം വെക്കണമേ. രോഗത്തിന്റെ ആത്മാവിനെ ഫലിച്ചകറ്റണമേ കർത്താവേ. അശുദ്ധിയുടെ ആത്മാവിനെ ഫലിച്ചകറ്റണമേ കർത്താവേ. അപ്പാ, കുടുംബ കലഹത്തിന്റെ ആത്മാവ് അവിടുന്ന് ഫലിച്ചകറ്റണമേ. കടബാധ്യതയുടെ ആത്മാവിനെ അവിടുന്ന് ഫലിച്ചകറ്റണമേ. എന്റെ രാജാതിരാജാ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നല്ലോ. എല്ലാവരും അനുഗ്രഹിക്കണമേ. കരങ്ങളെ താഴ്ത്തിയിടാം. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾ കൂടി വരുമ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വരുന്നതിനായി സ്തുതി. ഞങ്ങൾ അർഹതയില്ലാത്തവർക്ക് സൗജന്യമായി എല്ലാം ദാനമായി തരുന്നതിനായി സ്തുതി. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും എല്ലാം കർത്താവേ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കണമേ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അവരാരും നിത്യതയിൽ നിത്യനരകത്തിൽ ഒരിക്കലും കഴിഞ്ഞുകൂടാനിട വരല്ല കർത്താവേ. അവർ ഈ ഭൂമിയിലൂടെ കർത്താവെ അലഞ്ഞു തിരിഞ്ഞൊരു നേരത്തെ ആഹാരത്തിന് അവർ ധർമ്മം മേടിച്ചുകൊണ്ട് നടന്നാലും ദൈവരാജ്യത്തിന് അവർ ഓഹരിക്കാരായി തീരാനിട ഇരിക്കില്ലേ. എൻ്റെ കർത്താവെ, ഒരു ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി അവർ തീർക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.